ായിരിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, വിശ്വാസയാത്ര ടീമിൽ എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, പ്രിയ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സഹോദരൻ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. വേഗത്തിലും ചുരുക്കത്തിലും നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചനകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ബിനു പുല്ലാട് നിങ്ങളോട് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ ഇടവന്നു. ഞങ്ങൾ ഏകദേശം അയൽവാസികളും ഈ പറഞ്ഞ സാക്ഷ്യത്തിന് ദൃസാക്ഷിയുമൊക്കെ ആകയാൽ അത് ഉറപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് പേർ നൽകിയ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് കടക്കുന്നു. ധന്യനായ പൗലോസ് ലീഗ തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 2-ാം അധ്യായം 1-ാമത് വാക്യമാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് വളരെ മനോഹരമായ പൗലോസിന്റെ ആഴമേറിയ എഴുത്തുകളിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. 1-ാമത്തെ തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നാം ഒന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വിഷയത്തിലേക്ക് വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പീഡകളും പീഡനങ്ങളും എന്ന് വേണ്ട ക്രൂരവും നിഷ്ഠൂരവുമായ അടിമത്തത്തിലൂടെ ക്രിസ്തീയ സഭ കടന്നുപോയി. എന്തിനേറെ പറയുന്നു, ഒരു ഹോളിൽ ഇരുന്ന് ആരാധിക്കുവാനോ 4 ആൾ അറിയുന്ന ഒരു സ്ഥലത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം. എവിടെ കണ്ടാലും ഒരു ഉപദ്രവിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സഭയുടെ 1-ാം നൂറ്റാണ്ട്. മരച്ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമില്ലാത്ത മരച്ചുവടുകളിലും ആരും കടന്നു ചെല്ലാൻ കഴിയാത്ത സെമിത്തേരി പോലുള്ള സ്ഥലങ്ങളിലും അവർ കൂടിയിരുന്ന ദൈവത്തെ ആരാധിച്ചു. ക്രൂരമായവരെ പീഡിപ്പിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാരുടെ ചരിത്രം നമുക്ക് വായിക്കുവാനും കാണുവാനും കഴിയുന്നുണ്ട്. അങ്ങനെ ക്രൂരമായ അനുഭവങ്ങളിലൂടെ ഏൽപ്പിച്ചു കിട്ടിയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. കൂടെയുള്ളവർ മരിച്ചു വീണപ്പോഴും അടിയേറ്റപ്പോഴും ക്രൂരമായ മൃഗത്തിന് ഇരയായി ഇട്ടുകൊടുത്തപ്പോഴും മെഴുകു പൊതിഞ്ഞവരെ തീപ്പന്തമായി ഉപയോഗിച്ചപ്പോഴും വാളുകൊണ്ട് അവരെ കൊന്നപ്പോഴും സിംഹത്തിനോടൊപ്പം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം ദ്വന്ദ്വയുദ്ധത്തിന് അവരെ വിട്ടുകൊടുത്ത് അവരെ പറിച്ചു കീറുന്നത് കണ്ടുകൊണ്ട് സാമ്രാജ്യ ശക്തികൾ അത് കൈയടിച്ച് ചിരിച്ചപ്പോഴും അവർ ഏൽപ്പിച്ചു കിട്ടിയ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ നിന്നു. പക്ഷേ അവർ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അവരെ ആശങ്കപ്പെടുത്തിയൊരു സങ്കടകരമായ കാര്യം പൗലോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്ന് അറിയണോ? അവർ പിതാക്കന്മാർ പ്രസംഗിച്ചതും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും ബൈബിൾ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും കർത്താവിന്റെ വരവും ന്യായവിധിയുമായിരുന്നു. അല്ലാതെ നിങ്ങളെ വിടുവിക്കാൻ വരുന്നു, നിങ്ങളെ വിടുവിക്കാൻ വരുന്നു, നിങ്ങളെ വിടുവിക്കാൻ വരുന്നു, ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ പിതാക്കന്മാരുടെ പ്രസംഗം. അത് തന്നെയായിരുന്നു അപ്പോസ്തലന്മാരുടെയും പ്രസംഗം. അവർ പ്രസംഗിച്ചു, കാത്തിരുന്നോ നിന്നെ ചേർക്കാൻ കർത്താവ് വരും, കാത്തിരുന്നോ നിന്നെ രക്ഷിക്കാൻ കർത്താവ് വരും, പേടിക്കണ്ട, ഈ അല്പനേരത്തേക്കുള്ള കഷ്ടം സാരമില്ല, ഈ നൊടിനേരത്തേക്കുള്ള ദുഃഖം സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തി അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുകയാണ്? അവരെ ഓരോ ദിനവും മുന്നോട്ട് നയിക്കുകയാണ്. തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ടും ഒരു കേടും വരാതെ പത്മോസിന്റെ ഏകാന്തതയിൽ നാടുകടത്തപ്പെട്ടിട്ടും ഒരു കേടും കൂടാതെ തിരിച്ചു വന്ന അപ്പോസ്തലൻ പറയുക, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക, സ്നേഹിക്കണം യേശുവിനെ. പീഡനങ്ങൾ ഒന്നൊന്നായി വന്നിട്ടും ഒക്കെ പറയുകയാണ്. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറയുക, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, യവനക്കാരെ എന്ന് വിളിച്ചവരെ ഓരോന്നും പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഉറപ്പിച്ച് മുന്നോട്ട് പോയപ്പോ പറഞ്ഞു വരട്ടെ, അങ്ങനെ ഉറപ്പിച്ച് മുന്നോട്ട് പോയപ്പോ കൂടെ ഇരുന്ന് ആരാധിച്ച പലരും മൺമറഞ്ഞു പോയി. കൂടെ ഇരുന്ന് ആരാധിച്ച പലരും മൺമറഞ്ഞു പോയി. സഭയ്ക്കകത്ത് ആശങ്ക നിഴലിച്ചു. ഞങ്ങൾ കേട്ട പ്രസംഗം
ഞങ്ങൾ വിശ്വസിച്ചത് യേശു ഞങ്ങളെ ചേർക്കാൻ വരുമെന്ന. പക്ഷെ കർത്താവ് വന്നില്ല. അയ്യോ, ഞങ്ങളെക്കാൾ അധികം പീഡ സഹിച്ചവരായിരുന്നവര്, ഞങ്ങളെക്കാൾ അധികം വിശ്വസ്തയോടെ നിന്നവരായിരുന്നവര്, പക്ഷെ അവർ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് ഇവർ ദുഃഖിക്കാൻ തുടങ്ങി. അവിടെയാണ് ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ ദുഃഖിക്കരുത്. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അവർ മരിച്ചത് ക്രിസ്തുവിലാണെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരായി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് മുമ്പേ ഉയർത്തുന്നു. ആശങ്കയായിരുന്നു. മുമ്പിൽ ഇരുന്ന് സ്തോത്രം പറഞ്ഞ അപ്പച്ചന്മാർ പലരും മരിച്ചുപോയി. കൈയടിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച അമ്മച്ചിമാർ പലരും മരിച്ചുപോയി. അവരെന്ത് ചെയ്യും? അയ്യോ, അവർ ഓടിയതും അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതും പാടിയതും വൃഥാവായി പോയോ എന്ന് അവരെ ഓർത്ത് ദുഃഖിക്കാൻ തുടങ്ങിയപ്പോ പൗലോസ് പറഞ്ഞ അങ്ങനല്ല സംഭവം. ക്രിസ്തുവിൽ അവർ മരിച്ചെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അവർ പൊങ്ങും. മനസ്സിലാക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ അവർ മരിച്ചതെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അവർ ഉയർക്കും. ആ ബലം കൊടുക്കാൻ വേണ്ടിയ ഒന്നാമത്തെ ലേഖനം എഴുതി. ആ ആശങ്ക മാറ്റിക്കളയാൻ വേണ്ടി അവരുടെ സംശയത്തെ മാറ്റാൻ വേണ്ടി ഒന്നാം ലേഖനം എഴുതിയത്. ഒന്നാം ലേഖനം എഴുതി പറഞ്ഞു വെക്കുമ്പോൾ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ വാക്കിന്റെ പ്രയോഗം വിശദീകരിക്കപ്പെടേണ്ടതാണ്. ആ വാക്കിന്റെ പ്രയോഗം കേട്ടോ, ഇനി സഹോദരന്മാരെ. മുമ്പിലത്തെ പ്രശ്നം തീർന്നല്ലോ. മുമ്പ് നമുക്ക് മുമ്പിൽ ഓടിയവരുടെ പ്രശ്നം കഴിഞ്ഞല്ലോ. അവരെ തെറ്റതേക്കാണ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഒരൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, കേൾക്കണേ, ഇനി സഹോദരന്മാരെ. ആ ഒറ്റ പദത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ടാശയങ്ങൾ ഞാൻ ലോകത്തോട് പറയട്ടെ. താളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യൻ കല്ലായുധമായി ഉപയോഗിച്ച ഇടത്തു നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന റോക്കറ്റും മിസൈലും എത്തി ഈ തലമുറയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇനി സംഭവിക്കാൻ പോകുന്നത് യുദ്ധമല്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ലോകത്തിന്റെ അവസാനമാണ് നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പ് സംഭവിക്കാൻ പോകുന്നത് ഇനി സഹോദരന്മാരെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഉറക്കെ പറയും. ഇനി സഹോദരന്മാരെ, നമുക്ക് മുമ്പിലുള്ള സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രത്യക്ഷത ലോകം കാണാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ആനന്ദവും പ്രത്യാശയും നൽകുന്ന കാര്യമാണ്. എങ്കിലും ഒരു സുവിശേഷ യോഗം എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന വിഷയത്തെ ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്ന പ്രത്യക്ഷത 1 തെസ്സലോനിക്കർ 4:16 പ്രത്യക്ഷതയാണ്. ഏത്? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. എന്നാൽ ബൈബിൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയെ പഠിക്കാൻ കഴിയും. എത്രയാ? 3 പ്രത്യക്ഷത. കേൾക്കണേ, യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. അത് ആ ഒറ്റ പദത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഇന്നലെ അവൻ പ്രത്യക്ഷനായി, ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു, നാളെ ഒരിക്കലും അവൻ പ്രത്യക്ഷനാകും. എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ വന്ന് വർത്തമാന കാലത്തിലൂടെ സഞ്ചരിച്ച് ഭാവി കാലത്തേക്ക് വിരൽ ചൂണ്ടി ഞാൻ പറയുന്നു, ഒരിക്കൽ അവൻ പ്രത്യക്ഷനായി, ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു, ഇനി ഒരിക്കൽ അവൻ പ്രത്യക്ഷനാകും. 3 കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് രാത്രിയിലെ വിഷയത്തിന്റെ വിശദീകരണം നൽകി അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. 1, ഒരിക്കൽ അവൻ പ്രത്യക്ഷനായി. എന്തിനാണ് അവൻ ഒരിക്കൽ പ്രത്യക്ഷനായത്? തീമോഥെയോസ് ലേഖനത്തിലും 1 യോഹന്നാന്റെ ലേഖനത്തിലും വ്യക്തമായി പറയുന്നു, അവൻ പാപങ്ങളെ നീക്കേണ്ടതിന് ഒരിക്കൽ പ്രത്യക്ഷനായി. 1:15 പറയുന്നു. എബ്രായ ലേഖനം 9:24 പറയുന്നു, യേശു എന്തിന് പ്രത്യക്ഷനായി? പാപങ്ങളെ നീക്കേണ്ടതിന് ഒരിക്കൽ പ്രത്യക്ഷനായി. കേൾക്കുന്നുണ്ടോ?
യേശു എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങളെ നീക്കേണ്ടതിന്. ഇതൊരു സുവിശേഷ യോഗം കൂടെ ആയതുകൊണ്ട് ഞാൻ ആ വിഷയം വിശദീകരിച്ചേ മതിയാകത്തുള്ളൂ. വേറെ ഒന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ പ്രത്യക്ഷനായത്? നാം ലോകത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇന്നത്തെ ഏറ്റവും ആഗോളമായ വിഷയം എന്ന് പറയുന്നത് യുദ്ധമാണ്. ആഗോളമായി മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യുദ്ധമാണ്. എന്നാൽ നോക്കിക്കേ, യുദ്ധവും യുദ്ധശ്രുതിയും ഒക്കെ കേൾക്കും. എന്നാൽ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ഞാൻ പറയാൻ പോകുക. യുദ്ധമല്ല. അതേക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ഈ സകലത്തെയും നിർമ്മിച്ചവൻ സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സ്വർഗോന്നതങ്ങളിൽ അടങ്ങാത്തവനായ ദൈവം, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാലത്തിന്റെ സമ്പൂർണതയിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അവൻ ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനായി. ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ എങ്ങും സമാധാനമില്ല, എങ്ങും സമാധാനമില്ല, എങ്ങും സ്വസ്ഥതയില്ല. അടുത്ത കേൾക്കണോ? ആർക്ക് സൗഖ്യവും ഇല്ല. ഭൂമി എന്ന് പറയുന്നത് ഒരു കൂട്ടം രോഗികളുടെ വീടാണ്. ആരെ പരിശോധിച്ചാലും രോഗമുണ്ട്. മിടുക്കന്മാരായിട്ടൊക്കെ ഇരുന്നാലും, കൊച്ചു പിള്ളേരടക്കം മിടുക്കിമാരായിട്ടൊക്കെ ഇരുന്നാലും ആരെ പരിശോധിച്ചാലും എന്തുണ്ട്? രോഗമുണ്ട്. അതിനർത്ഥം ഭൂമി എന്ന് പറയുന്നത് ഒരു കൂട്ടം രോഗികളുടെ വീടാണ്. ഒന്ന്. രണ്ട്, ഈ ഭൂമി എന്ന് പറയുന്നത് ശാശ്വതമല്ല. എന്തോ നാം കാണുന്നതൊന്നും എന്തല്ല? ശാശ്വതമല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ 100 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കറിയത്തില്ല. അടുത്തൊരു 100 വർഷം കഴിഞ്ഞ് ഇവിടെ എന്താകുമെന്ന് ചോദിച്ചാലും നമുക്കറിയില്ല. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളൊക്കെ നമ്മളൊന്ന് പരതിയാൽ, ഒരു കാലത്ത് ഇവിടെ ഒക്കെ ഫലഭൂഷ്ടമായിരുന്ന പല മണ്ണുകളും ഇന്ന് നമ്മുടെ ഡാമിന്റെ അടിയിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഫലഭൂഷ്ടമല്ലാത്ത പല സ്ഥലങ്ങളും ഇന്ന് ഫലഭൂഷ്ടമായിട്ടുണ്ട്. അന്ന് ജീവിച്ചിരുന്ന പലരും ആരെങ്കിലും ഇന്നുണ്ടോ? ഇല്ല. ഇന്ന് ജീവിക്കുന്ന ആരെങ്കിലും അടുത്ത 100 വർഷം കഴിഞ്ഞ് കാണുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം എന്താണ്? നശ്വരമാ. ഇതെന്തല്ല? ശാശ്വതമല്ല. ഈ ലോകം സമാധാനം തരികയില്ല. ഈ ലോകം ശാശ്വതമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം രോഗത്തിനടിമയാണ്, അസമാധാനത്തിനടിമയാണ്, പ്രശ്നങ്ങൾക്കടിമയാണ്, പ്രതിസന്ധികൾക്കടിമയാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പ്രശ്നത്തിലാണ്. ചിലർ ചിന്തിക്കുന്നത് പണമുള്ളവർ ഒരു പ്രശ്നവും ഇല്ലെന്ന്. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളുടെ വെല്ലുമ്മ പറയുമായിരുന്നു, മോനെ ചന്തയിൽ പോയ അപ്പനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുമെന്ന്. ഇന്നത്തെ മാർക്കറ്റിൽ അതും കിട്ടുമെന്ന പുതിയ പഠനം കണ്ടുപിടിക്കുന്നേ. എന്നാൽ ഞാൻ അതൊന്നും പറയട്ടെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാത്ത ഒന്നുണ്ട്, അത് മനുഷ്യന്റെ സമാധാനമാണ്. പണമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ തെളിയ എനിക്ക് സമാധാനം വേണം. ആ സമാധാനം വേണമെന്ന ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉൾത്തടങ്ങളിൽ ഒരു ഞെരിപ്പോട് കണക്ക് ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങൾക്ക് ഉയർത്താൻ ധൈര്യത്തോടും ആവേശത്തോടും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഒരു സന്ദേശമുണ്ട്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നറിയ ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കേണ്ടതിനാണ്. അപ്പൊ ഒരു ചെറിയ പ്രശ്നം, കർത്താവ് വന്ന പാപങ്ങളെ നീക്കാനാണല്ലോ. നിങ്ങൾ പറയുന്നു സമാധാനം ലഭിക്കുമെന്ന്. എന്നാൽ ഞാൻ വിഷയമായിട്ട് പറഞ്ഞു തരാം. ഈ കാണുന്ന സകല പ്രശ്നങ്ങളുടെ ഈ യഥാർത്ഥ കാരണം മനുഷ്യന്റെ പാപം. തെളിച്ചു തരാൻ സമയം ഏറെ വേണം. ഒന്ന് ചുരുക്കം വാക്കുകളിൽ അങ്ങ് പറഞ്ഞു പോകാം. ഈ ലോകത്തിൽ നാം കണ്ണോടിച്ചാൽ കാണുന്ന സകലതിന്റെയും അതിക്രമം, അനീതി അടക്കം സകല കൊള്ളരുതായ്മകളുടെയും മൂല കാരണം എന്താ? പാപം. ഈ പാപം എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ബൈബിളിൽ വേണ്ട ഗ്രാഹ്യമില്ലാത്ത ആളുകൾ, ഞാൻ ആർക്കും ഒരു തെറ്റൊന്നും ചെയ്യുന്നില്ല സാറേ, പിന്നെ വെറുതെ നിങ്ങൾ ഉപദേശിമാര് പാപം പാപം എന്ന് പറഞ്ഞ് ഞങ്ങളെ വെറുതെ പാപിയാക്കാതെ പാവം ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് തകിതപ്പുന്ന വിജയന്മാരെ ഞങ്ങൾ കാണാറുണ്ട്. അവരോട് പറയും, ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ആ ആരംഭങ്ങളുടെ പുസ്തകമായ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം,
ആകാശം മാറിയാലും ഭൂമി നീങ്ങിയാലും ഈ പുസ്തകത്തിൽ നിന്ന് വള്ളി പുള്ളി പോകത്തില്ല. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ ടീമിൽ ഞാനുണ്ട്. ഈ ഉപദേശം എന്ന് പ്രസംഗിച്ചാൽ ഇത് പറയുമല്ലോ, ഇത് പറയാതെ ബാക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ കൊരങ്ങന്റെ വാല് മുറിഞ്ഞൊന്നുമല്ല മനുഷ്യനുണ്ടായത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിടികിട്ടുന്നുണ്ടോ? ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ദൈവം മനോഹരമായൊരു തോട്ടം നട്ടുണ്ടാക്കി. ബൈബിളിൽ അറിയുന്നവർക്ക് ഏതം തോട്ടം എന്നൊക്കെ മനസ്സിലാകും. നട്ടുണ്ടാക്കിയിട്ട് സകലവിധ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാനുള്ള അനുവാദത്തോട് അതിനകത്ത് കൊണ്ട് പാർപ്പിച്ചു. ഈ കാണുന്ന സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴും അറ്റം പറ്റുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഒന്നും തുടരുത്, വല്ല പഴങ്ങളും കഴിച്ചു. ഇറച്ചി മീനും ഒന്നും തുടരുത്, അരിയാഹാരവും തുടരുത്. പിന്നെ എന്താ കഴിക്കുന്നത്? ചില ഫ്രൂട്ട്സ്. അത് തന്നെയാണ് തോട്ടത്തിൽ നമ്പുരാൻ പറഞ്ഞത്. പക്ഷെ ഈ വൃക്ഷത്തിന്റെ ഫലം വേണേലും കഴിക്കാം, ഒരു കുഴപ്പമില്ല, അളവും ഇല്ല. അതെനിക്ക് വളരെ ആശ്വാസമായിട്ട് തോന്നിയത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഡോക്ടർമാർ അളവ് നിശ്ചയിക്കുന്നത് വൈകിട്ട് 7 മണിക്ക് മുമ്പ് 2 ചപ്പാത്തി, 7 മണിക്ക് മുമ്പ് കഴിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഉച്ചയ്ക്കാണെങ്കിൽ 1 കപ്പ് ചോറ്. ആ കപ്പ് അവര് പറഞ്ഞു തരും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ കഴിക്കണമെന്ന് തോന്നി ആഴ്ചയിൽ 1 പ്രാവശ്യം ഒരു 125 ഗ്രാം ഇറച്ചി. അതിന് ത്രാശം മേടിക്കേണ്ടി വരുമല്ലോ. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഇങ്ങനെയൊക്കെയാ. ഈ ഏതം തോട്ടത്തിൽ എല്ലാം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിട്ടപ്പോ ദൈവം അവിടെ ചെറിയ നിയമം കൊടുത്തു. എന്താ? എല്ലാം കഴിക്കാം, പക്ഷെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? ആ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത അത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമായിരുന്നു. അത് തിന്നരുത്. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചു മിടുക്കിമാരും അല്പം യുവാക്കളും അച്ചിരിക്കുന്നുണ്ടോ? ഇവർക്കൊക്കെ ഒരു ചെറിയ ചിന്ത അകത്ത് വന്നാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. തമ്പുരാൻ ആ വൃക്ഷം അവിടെ കൊണ്ട് നടന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇത് പറിച്ചു നീ നാശമെല്ലാമായത്. മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? അത് ആദാം പറഞ്ഞ വാക്കുകളൊക്കെ വിശദീകരിക്കാൻ ഏറെ പറയണം. അവള് കൊണ്ടുവന്ന് ഞാൻ മേടിച്ചങ്ങ് തിന്നു. മനസ്സിലാക്കുന്നുണ്ടല്ലോ? അപ്പൊ നോക്കിയേ. അപ്പൊ ചിലർ ചോദിക്കുന്നത് അതെന്നെ നടുവിൽ കൊണ്ട് നട്ടത്? ഉത്തരം ഞാൻ പറയാൻ പോവുക. ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന കാര്യം എത്രയുള്ള അത്രയും തെളിയിച്ചേ പോകത്തുള്ളൂ. എന്തിനാ ദൈവം ഈ നടുക്ക് കൊണ്ട് ഈ നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷം നമ്മുടെ പിള്ളേരുടെ ഭാഷ ഒരു കെണി കൊണ്ട് വെച്ച എന്തിനാ? ഉത്തരം കേട്ടോ. എന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യമുള്ളവനായിട്ടാ, തീരുമാനശേഷിയുള്ളവനായിട്ടാ, സ്വതന്ത്രനായിട്ടാ സൃഷ്ടിച്ചത്. ഇന്ന് യോഗത്തിന് വരാനും വരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കേൾക്കാനും കേൾക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ നടന്നു പോകുമ്പോഴോ വടിവക്കിലോ വീടിന്റെ വരാന്തയിലോ ഒക്കെ ഇരുന്ന് ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കാനും കേൾക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോ ഇത് ഉപദേശിമാരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. കേട്ടോ? ദൈവം എങ്ങനെ സൃഷ്ടിച്ചേ? സ്വാതന്ത്ര്യമുള്ളവനായിട്ടാ. തിന്നാനും തിന്നാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. പക്ഷെ തിന്നും, അതുകൊണ്ട് ഗതികേടലായി. അങ്ങനെ പാപം എന്ന പടുകുഴി വീണു. എന്താ പാപം? ദൈവകൽപ്പനയുടെ ലംഘനത്തിന്റെ പരിണിത ഫലമാണേത് പാപം. വലിയ ചേട്ടന്മാരൊക്കെ അതിനെ ഹമാറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഹീബ്രുന്നും ഗ്രീക്കിന്നും ഒക്കെ പറയും. ഇതൊന്നും പറയാൻ ഇന്ന് രാത്രി എനിക്ക് സമയമില്ല, അതിനുള്ള സാവകാശവുമില്ല, അത്ര ആഴത്തിലുള്ള ഗ്രാഹ്യവും എനിക്കില്ല. കാരണം ഒന്നാമത് ഈ പറഞ്ഞു വന്ന നാക്ക് മലയാളം തന്നെ തിരിഞ്ഞു വരുന്നില്ല. അതുകൊണ്ടൊക്കെയാ സ്ഥിരം ഇതാ പരിപാടി ആയതുകൊണ്ട് തൊണ്ട അത്ര ക്ലിയറുമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം കൊണ്ട് ആക്കിയെടുത്ത് ചെയ്യല്ലെന്ന് പറഞ്ഞു, ചെയ്തു. അത്ര മനസ്സിലാക്കിയത്. ദൈവം പറഞ്ഞ വ്യവസ്ഥയോട് അനുസരണക്കേട് കാണിക്കുന്നത് എന്തും പാപം. ദൈവത്തിന്റെ വ്യവസ്ഥയോട്, കേട്ടോ, ദൈവത്തിന്റെ വ്യവസ്ഥയോട് മനുഷ്യ
സൃഷ്ടിതാവായ ദൈവത്തിന്റെ വ്യവസ്ഥയായി പുസ്തകം. ഇതിനോട് അനുസരണക്കേട് കാണിക്കുന്നത് എന്തും പാപം. അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പാപം എന്ന പടുകൂടിയ മനുഷ്യൻ വീണു. സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, രോഗത്തിന് അടിമയായി, അനവധി പ്രതികൂലങ്ങൾക്ക് അവൻ അടിമയായി മാറി. അന്ന് മുതൽ അവൻ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ആ നല്ല കാലം. അങ്ങനെയാണല്ലോ അപ്പാ, എനിക്ക് വേണ്ടുന്നല്ല ഇങ്ങോട്ട് തന്നാൽ എന്താ? തന്നു, വാങ്ങിച്ചു. ദൂരദേശത്തോട്ട് പോയി, അവിടെ ചെന്ന് കയ്യിലുള്ളത് മുഴുവൻ തിന്ന് അടിയും കിട്ടി പുളിവെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ ഓർത്തു, എന്റെ അപ്പന്റെ വീട്ടിൽ എന്തോ സുഖമായിരുന്നു. നമുക്ക് കഥ മനസ്സിലായല്ലോ അല്ലേ? അപ്പന്റെ വീട്ടിൽ എന്തോ സുഖമായിരുന്നു. അവൻ തീരുമാനിച്ചു, അത് ഓർത്തിട്ട് തിരിച്ചു നടക്കാൻ തീരുമാനിച്ച ആ മകന്റെ ആ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരു അപ്പൻ. സകലവും നഷ്ടമാക്കിയിട്ടും, പേരുദോഷവും മാനക്കേടും വീടിനുണ്ടാക്കിയിട്ടും അവന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു ദൈവപുത്രൻ. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ വരവ് കാത്തിരിക്കുന്ന ഒരു ദൈവിക പിതാവിനെ രാത്രി മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളിൽ പലരും പിതാക്കന്മാരാ, 2 കുട്ടികളുടെ അച്ഛനാ ഞാനും. എന്നാൽ നമ്മുടെ ഒന്നും ചിന്തയല്ല കേട്ടോ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാ നമ്മളവിടെ കാണുന്നത്. പൗലോസിന്റെ പ്രയോഗം എന്താണെന്ന് അറിയാമോ? കരുണാധിക്യ പ്രകാരം. അത് എത്രയുണ്ടെന്ന് ചോദിച്ച പൗലോസ് പറയും, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. എനിക്ക് കരുണയല്ല, കരുണാധിക്യ പ്രകാരമാ അവൻ എന്നെ സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ആ കണ്ണും നട്ട് നോക്കിയിരിക്കുക. എന്തെങ്കിലും അപ്പന്റെ വീട്ടിലെ അനുഗ്രഹം ഓർത്ത് ഈ മകനൊന്ന് മടങ്ങി വന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ മാനവകുലം മുഴുവൻ ആ ദൈവത്തോട് സഹിത്വമുള്ള ഏകം തോട്ടത്തിലെ അനുഭവത്തെ ഏവറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ദൈവത്തോട് അന്ന് അടുക്കണം. അന്ന് തൊട്ട് ശ്രമം തുടങ്ങി. എന്താ? ദൈവത്തോട് അടുക്കണം. കാരണം ഓർമ്മയുണ്ട്. എങ്ങനെ ഓർമ്മ വന്നേ? വിശദീകരിച്ചു തരാം. ദൈവം സൃഷ്ടിച്ചപ്പോ ഇതിനകത്തൊരു ചിപ്പ് വെച്ചായിരുന്നു. ചിപ്പ് എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ ഭാഷയാണ്. എന്തോന്നറിയോ? മനസാക്ഷി. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവ്. ദൈവം വെച്ചതാ. മനസ്സിലായല്ലോ അല്ലേ? ഫ്ലൈറ്റ് കത്തിപ്പോയാലും അതിനകത്തെ ഒരു ബോക്സ് കത്തത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ബ്ലാക്ക് ബോക്സ്. അതെടുത്ത് അങ്ങോട്ട് റീഡ് ചെയ്താൽ ഇത് എവിടുന്ന് പുറപ്പെട്ടു, എത്ര മണിക്കൂർ ഓടി, എല്ലാം സംഭവിച്ചതിന് തെളിവ് കിട്ടും എന്ന് പറഞ്ഞ പോലെ. എന്തിനാ കൂടുതൽ പറയുന്നേ? 80 വർഷത്തെ സകല തെളിവും അത് വെച്ച് അങ്ങോട്ട് റീഡ് ചെയ്താൽ മതി. 80-90 വർഷം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്നതും നടന്നതും ഇരുന്നതുമായ സകലതും റീഡ് ചെയ്യാൻ ആത്മാവെന്ന് പറയുന്ന ഒറ്റ ചിപ്പ് മതി. അതുകൊണ്ടാണ് യോഹന്നാൻ 2:25 പറഞ്ഞത്, അവൻ മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കുക, യാതൊരുത്തിന്റെ സാക്ഷ്യം ആവശ്യമില്ല. അവിടെ വെച്ച് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉപദേശി പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ഭാര്യ അങ്ങോട്ട് എന്നിട്ട് അങ്ങനൊന്നുമല്ല ഭാഷേ എന്നൊന്നും പറയണ്ട, സകലതും അറിയുന്ന ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? സകലതും റീഡ് ചെയ്യുന്ന, സകലതും വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. ആ ചിപ്പ് അകത്തുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ആരെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയോ എവിടെങ്കിലും ഒക്കെ ഒരു സുവിശേഷകത്വം കേൾക്കുകയോ ചെയ്യുമ്പോ അകത്തിരുന്ന് ആത്മാവ് ഇങ്ങനെ തുടിക്കും. മോനെ, നീ ആ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ ഗതികേടാ കേട്ടോ, ദൈവത്തിന് അകന്നതിന്റെ ഗതികേടാ കേട്ടോ, നിന്റെ ജീവിതം ശരിയാകണമെങ്കിൽ നീ മടങ്ങി വന്നതിന്റെ ഒക്കത്തോട് കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഹൃദയത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദേശത്ത് ദൈവം ഉയർത്തുന്നത്. പ്രാർത്ഥനയോടെ ഈ ആദികത്തിന്റെ നടുവിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത്.